ആളുകൾ പട്ടിണി കിടക്കുകയാണ്. കുഞ്ഞുങ്ങൾ ദിനം പ്രതി മരിച്ചു വീഴുകയാണ്. ഇനിയും നമുക്ക് പല കാരണങ്ങൾ പറഞ്ഞ് ഒഴിഞ്ഞു മാറാനാവില്ല. നാളെയല്ല, നമ്മൾ പ്രവർത്തിക്കേണ്ടത് ഇന്നാണ്, ഈ നിമിഷമാണ്. ഗാസ നേരിടുന്നത് അതിഗുരുതര ഭക്ഷ്യക്ഷാമമാണെന്ന് സ്ഥിരീകരിച്ചുകൊണ്ട് ഐക്യരാഷ്ട്രസഭ എക്സ് അക്കൗണ്ടിൽ കുറിച്ച പോസ്റ്റിലെ വാക്കുകളാണിത്. അടിയന്തരമായി വെടിനിർത്തൽ നടപ്പാക്കുക, ആക്രമണബാധിത പ്രദേശങ്ങളിൽ സഹായങ്ങൾ എത്തിക്കുക എന്നീ കാര്യങ്ങൾ ആഹ്വാനം ചെയ്യുകയാണ് UN സെക്രട്ടറി ജനറൽ. ഗാസയിലുള്ളവരുടെ ദുരിത ജീവിതത്തെ വിശേഷിപ്പിക്കാൻ ഒരു വാക്കും ശേഷിക്കാത്ത ഘട്ടത്തിൽ പുതിയ വാക്ക് കൂട്ടിച്ചേർക്കപ്പെട്ടിരിക്കുന്നു: ഭക്ഷ്യക്ഷാമം, പട്ടിണി. ഗാസയിലേത് ഒരിക്കലും ഒരു മിസ്റ്ററി അല്ല, മനുഷ്യനിർമ്മിത ദുരന്തമാണ്, മനുഷ്യത്വത്തിന്റെ തകർച്ചയാണ്. ഭക്ഷ്യക്ഷാമം എന്നാൽ ഭക്ഷണത്തിന്റെ കുറവ് മാത്രമല്ല, മറിച്ച് മനുഷ്യരെ അതിജീവിക്കാൻ സഹായിക്കേണ്ട ഒരു സിസ്റ്റത്തിന്റെ തന്നെ പരാജയമാണ്, അന്റോണിയോ ഗുട്ടറസ് പറയുന്നു. അതേസമയം ഇസ്രായേൽ നടത്തുന്ന വംശഹത്യയാണിതെന്നും ഐക്യരാഷ്ട്രസഭ ഇസ്രായേലിനെ പിന്തുണയ്ക്കുകയും പലസ്തീനിലെ ജനങ്ങളുടെ ദുരിതത്തെ കണ്ടില്ലെന്ന് നടിക്കുകയുമാണ് ചെയ്യുന്നതെന്നും പറഞ്ഞുകൊണ്ട് നിരവധി കമന്റുകളും ഈ പോസ്റ്റിന് താഴെ വരുന്നുണ്ട്. ഇതിനിടെ ഫലസ്തീനിലും ഗാസയിലും ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങൾ അയവില്ലാതെ തുടരുകയാണ്. ഭക്ഷണത്തിനു വേണ്ടി ക്യൂ നിൽക്കുന്ന, ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന ഗാസയിലെ ജനങ്ങളുടെ പുതിയ പുതിയ ചിത്രങ്ങൾ ഓരോ ദിവസവും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിടുകയാണ്. അതേസമയം ഈജിപ്തും ഖത്തറും മുന്നോട്ട് വെച്ച പുതിയ വെടിനിർത്തൽ നിർദ്ദേശത്തോട് ഇസ്രായേൽ ഇതുവരെ പ്രതികരിച്ചിട്ടുമില്ല. എന്നാൽ ഹമാസ് ഈ വെടിനിർത്തൽ നിർദ്ദേശത്തെ അംഗീകരിച്ചിട്ടുണ്ട്.